ഇവിടെയോ പിന്നെ കുണ്ടൂരൊക്കെ നല്ല ആനൻ്റെ ശല്യമാണ്. ഞങ്ങൾ അംഗൻവാടിക്ക് വരുന്നത് തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ പിന്നെ സർക്കാർ ഇത്രയും നാളായിട്ട് അതിനുള്ളൊരു നടപടിയൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇതുവരെ കേട്ടോ. അങ്ങനത്തെ ഇതാണ്. മക്കൾക്ക് സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിപ്പോവുക ഞങ്ങൾ. പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ആ മക്കളൊക്കെ ഹോസ്റ്റലിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ അംഗൻവാടിക്ക് വരുന്നത് ഭയങ്കര ശല്യമാണ്. കിടന്നുറങ്ങാനും നമുക്കൊന്നും പറ്റില്ല. രാത്രിയും രാവിലെയൊക്കെ ഭയങ്കര ശല്യമാണ്. പണിക്ക് പോകുന്ന സമയത്ത് ആന ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ വരണ്ടേ. ചിലപ്പം വീടാണെങ്കിൽ വിടും, അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെയും തിരിച്ചു പോകും. പിന്നത് ചെയ്യാനാ. ഈ ഫോറസ്റ്റുകാരെ ഉണ്ടോ? ഫോറസ്റ്റുകാരോട് നിങ്ങൾ അവിടെ പറഞ്ഞിരുന്നോ? എല്ലാം ഞങ്ങൾ പറഞ്ഞായിരുന്നു. അവരെ വരില്ല. പിന്നെ ഞങ്ങൾ ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് അവിടുന്ന് ഒഴിവാകാൻ നല്ല ബുദ്ധിയാണ്. മെമ്പർമാരൊന്നും അങ്ങനെയൊന്നും വരില്ല, ആരും വരില്ല. ഞങ്ങൾക്ക് അങ്ങനെ മാറ്റി നിർത്തിയാൽ ഞങ്ങൾ നിൽക്കും. ഭയങ്കര ആന ശല്യല്ലേ. ആന സ്ഥിരമായിട്ട് വരുന്നതല്ലേ? എങ്ങനെയാ ജനജീവിതം? സ്ഥിരമായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതാണ് ഞങ്ങൾ ഇപ്പം തീരുമാനം എന്ത്, നമുക്ക് വെള്ളം, വിറക്, കടയ്ക്ക് പോയാലുള്ള സൗകര്യം, അങ്ങനെയുള്ള സൗകര്യം നമുക്ക് വേണം. പണിക്കൊക്കെ എങ്ങനെ പോകുന്ന? വൈകുന്നേരം രാവിലെ അതേപോലെ തന്നെ വൈകുന്നേരം പണി കഴിഞ്ഞ് വരുമ്പോൾ പണി വിട്ട് വരുമ്പോൾ ബുദ്ധിമുട്ടല്ലാതെ ഇപ്പം നമ്മൾ നടക്കണ്ടേ, നമുക്ക് അരി വേണ്ടേ. പോവും, രാവിലെ നേരം പോവും, പണി വിട്ട് വരും. ആന വൈകുന്നേരം വരും, പോവും. അങ്ങനെ ഞങ്ങൾ കാട്ടുവഴി തന്നെ എപ്പോഴും നടക്കണം. രാവിലെ പോകണം, വൈകുന്നേരം അരിയും ചാനം മേടിച്ച് വരണം. ഇതൊക്കെയാണ്. പക്ഷേ ഇതുവരെ അത് വേർതിരിച്ചല്ലോ നമ്മളെ. പക്ഷെ ഇത്ര കാലമായി നമ്മൾ കുടുംബത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുമില്ല. അതുകൊണ്ട് ഇത് ഗവൺമെൻറ് എങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്തു തരട്ടെ. അല്ലെങ്കിൽ ഇപ്പം നമ്മളെന്ത് ചെയ്യാനോ. ഒരു 9-9:30 ആയിട്ടുണ്ടാവും. ആ ടൈമിലായിരിക്കും വന്നിട്ടുണ്ടാവുക. മൂപ്പര് പണി വിട്ട് വരുന്നത് അത്ര ടൈമിലാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ലൈറ്റ് വെളിച്ചല്ലാണ്ട് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ചിലപ്പോൾ മുട്ടിയിട്ടുണ്ടാവും. ഇതിൽ തന്നെ അതിൻ്റെ വഴി, ഈ വഴി തന്നെ. മേലെ ട്രഞ്ചിങ് താഴ്ച കുറവാണ്. അപ്പോൾ അവിടുന്ന് സുഖമായിട്ട് മുട്ടുകുത്തി ഇക്കരെ കയറാം. അത് മൊത്തം കുത്തി, ട്രെഞ്ചിനെ മൊത്തം സൈഡ് കുത്തി പൊളിക്കലാണ്. അപ്പോൾ അത് പൊളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സുഖമായിട്ട് അപ്പുറത്ത് മുട്ടുകുത്തിയാൽ ഇപ്പുറത്ത് കയറാം. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ട്രെഞ്ച് കുറച്ച് താത്തി കഴിഞ്ഞാൽ ആന വരില്ല. കുറച്ച് താഴ്ച വേണം, അതിൻ്റെ ഒരു വിഷയം മാത്രം. പിന്നെ പെൻഷിങ് ഇല്ല. സാധാരണ ഒരു വീട്ടിലേക്ക് മാത്രം ഷോളർ ഇട്ടിട്ടുള്ളൂ, ബാക്കി 2 വീട്ടിലേക്ക് അപ്പോൾ പെൻഷിങ്ങും ആ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പുറത്ത് നമ്മൾ എന്തെങ്കിലും മൂത്രമൊഴിക്കാൻ വേണ്ടിയും പുറത്തിറങ്ങുമ്പോൾ ലൈറ്റ് വേണമല്ലോ. തമിഴ്നാട്ടിൽ ആണെങ്കിൽ ഫ്രീ കറണ്ടാണ്. തമിഴ്നാട്ടിലൊക്കെ അത് അക്കരെ പോയി കഴിഞ്ഞാൽ ഫ്രീ കറണ്ട്, ഒരു കുഴപ്പമില്ല. ആദിവാസിക്ക് ഫ്രീ കറണ്ട്, നേരം വെളുക്കോളം ഫുള്ളും ചുറ്റും ലൈറ്റിട്ട് ആണ്. ഇവിടെ കേരളത്തിൽ ഫ്രീ ഇല്ല. പീസൂരി പോവാം. ഓരോ സമയത്ത് വന്ന് ലൈൻമാൻമാർ പീസൂരി പോകും. ഇവർക്ക് ഫ്രീ പൈസ അടയ്ക്കുന്നില്ലെന്നും പറഞ്ഞു. ഫെൻസിങ് വേണം, ഈ ട്രെഞ്ചൊന്ന് പുതുക്കണം. അത് അപ്പുറത്ത് പോയാൽ ഒരു ബസ് കടന്നു പോകും ആ ട്രെഞ്ചിൻ്റെ അതുകൂടെ. അത്രയും നേരത്തെ ഇരിക്കുക ആന. അപ്പോൾ ഫെൻസിങ് വേണം, ട്രെഞ്ചും ഒന്ന് പുതുക്കണം. ഇതെല്ലാ ദിവസവും ഫോറസ്റ്റുകാർ കാണുന്ന കാര്യമാണ്. അവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവർ ഇപ്പം ചെയ്തു തരാം, നാളെ ചെയ്തു തരാമെന്ന് അങ്ങനെ പറയുള്ളൂ. ഇതിന് ഒന്നും ചെയ്തും തരില്ല എന്ന് അങ്ങനെ പറയാനുള്ളൂ.